ഹായ് എവരി വൺ. അപ്പോൾ നമുക്കിന്ന് വേരിയബിൾസ് ഒക്കെ വെച്ചുള്ളൊരു സിമ്പിൾ പ്രോഗ്രാം നോക്കിയാലോ. സം ഓഫ് ടു നമ്പേഴ്സ്, അതായത് രണ്ട് നമ്പേഴ്സിനെ സം ചെയ്യാനായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഫസ്റ്റ് നോക്കിക്കേ, ഹാഷ് ഇൻക്ലൂഡ് IOStream.h. ഇതിലെ ഹാഷ് എന്താണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഹാഷ് എന്ന് പറഞ്ഞാൽ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവാണ്. അപ്പോൾ നമ്മുടെ ഫയലിൽ അത് C++ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുണ്ടാവേണ്ട കുറേ ഹെഡർ ഫയലുകളുണ്ട്. ഈ ഹെഡർ ഫയൽസിലേക്ക് നമ്മുടെ പ്രോഗ്രാമിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഹാഷ് സിമ്പൽ. സെക്കൻഡ് സെൻറ്റൻസ് വേർഡ് പറയുന്നത് ഇൻക്ലൂഡ് എന്ന് വെച്ചാൽ എന്താണ്, ഏതോ ഒരു ഫയൽ, ആ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. IOStream.h. അപ്പോൾ ഏത് ഫയലിനാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. IOStream, ഇൻപുട്ടും ഔട്ട്പുട്ടും വർക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് സ്ട്രീം ഫയലുകളുണ്ട്. അവയെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. അതിനെ .h എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എക്സ്റ്റൻഷനാണ്. നമ്മൾ ഏതൊരു ഡേറ്റയും സേവ് ചെയ്യുമ്പോൾ .cpp അല്ലെങ്കിൽ .c എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ വേർഡ് ആണെങ്കിൽ .doc എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഹെഡർ ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ് .h എന്ന് പറയുന്നത്. അപ്പം ഹാഷ് ഇൻക്ലൂഡ് IOStream.h എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്നും കൂടെ പറയുന്നു. ഹാഷ് ഈസ് ദ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്. അപ്പം ഡയറക്റ്റീവ് നേരെ നമ്മുടെ പ്രൊസസ്സറിലേക്ക് പോകുന്നു. അവിടെ നിന്നും IOStream.h എന്ന ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നു. പിന്നെ നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വോയിഡ് മെയിൻ എന്നാണ്. ഇതിൽ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ്റെ പേരാണ്. മെയിൻ ഫംഗ്ഷൻ്റെ പേരാണ് മെയിൻ എന്ന് പറയുന്നത്. അപ്പം വേണമെങ്കിൽ മറ്റൊരു പേര് പറഞ്ഞാൽ ഐഡൻറ്റിഫയർ ആണെന്ന് വേണമെങ്കിലും പറയാം. വോയിഡ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഡേറ്റ ടൈപ്പാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വോയിഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ടൈപ്പാണ്, റിട്ടേൺ ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വോയിഡ് എന്ന് വെച്ചാൽ നൾ വാല്യൂ ആണ്. ദർ ഈസ് നോ റിട്ടേൺ വാല്യൂ. ഇനി വോയിഡ് മെയിന് ശേഷമുള്ള കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ പ്രോഗ്രാമിൻ്റെ അവസാനമുള്ള കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വരെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് ഇനിയുള്ള ലൈൻസുകൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം, സെമികോളൻ കൊടുത്തിരിക്കണം. അപ്പോൾ ഓരോ പ്രോഗ്രാമും നേരെ പോകുന്നത് എങ്ങോട്ടേക്കായിരിക്കും, ഈ വോയിഡ് മെയിനുള്ളിലേക്കാണ് ഫസ്റ്റേക്ക് പോവുക. ആ ഫസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് കണ്ടോ, ഇൻറ്റ് ABC എന്ന് വെച്ചാൽ എന്താണ്, ABC എന്ന് പറയുന്ന 3 വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ ഇൻറ്റീജർ വാല്യൂസ് ആയിരിക്കും ഈ Aയിലും Bയിലും Cയിലും ഹോൾഡ് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ cout എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫസ്റ്റ് നമ്പർ അത് എൻ്റർ ചെയ്യൂ എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. cout എന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ cout വർക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായും നമ്മൾ ഈ IOStream ഫയൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കണം. ഇങ്ങനൊരു ഫയൽ ഇൻക്ലൂഡ് ചെയ്തില്ല എങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും ഒരു എറർ ആയിരിക്കും കാണുന്നത്. പിന്നെ ആ ഒരു മെസ്സേജ് വന്നു കഴിയുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഒരു നമ്പർ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കും. എൻ്റർ ചെയ്ത് കഴിയുമ്പം CIN A എന്ന് പറയുമ്പം A എന്ന നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിളിലേക്ക് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത വാല്യൂ ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് CIN. ഈ CINനും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ IOStream എന്ന ഫയൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കണം. അപ്പോൾ coutഉം CINനും വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും IOStream ഫയലുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടത്. നെക്സ്റ്റ് വീണ്ടും അതേപോലെയുള്ള സെയിം പ്രോസസ്സാണ് നടക്കുന്നത്. എൻ്റർ സെക്കൻഡ് നമ്പർ എന്നുള്ള ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നു. അത് coutനുള്ളിൽ കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു വാല്യൂ ആഡ് ചെയ്യും. അത് Bയിലേക്ക് ഇൻപുട്ട് ചെയ്യണം. CIN B എന്ന് പറയുമ്പോൾ Bയിലേക്ക് ആ വാല്യൂ പോകുന്നു. അതിനുശേഷം മെയിൻ ഭാഗം, അതായത് കാൽക്കുലേഷൻ C = A + B എന്ന് പറഞ്ഞാൽ എന്താ, Aയും Bയും ആഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ Cയിലേക്ക് സൂക്ഷിക്കുക. അപ്പം Aയും Bയും ആഡ് ചെയ്തു. അപ്പം നമ്മൾ കൊടുത്ത വാല്യൂ വെച്ചിട്ട് അത് അഡീഷൻ നടക്കുന്നു. അത് C എന്നുള്ള വേരിയബിളിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ് കണ്ടോ, cout സം ഈസ് എന്ന് പറഞ്ഞ ഡബിൾ കോട്ട്സിലും C എന്നുള്ള ഡേറ്റ ഡബിൾ കോട്ട്സിൽ അല്ലാണ്ടോ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പം ഈ സം ഈസ് എന്ന ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്ത് വരികയും ഡബിൾ കോട്ട്സ് ഇല്ലാണ്ട് കിടക്കുന്ന ഡേറ്റ അതിൻ്റെ ഉള്ളിലൊരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ മാത്രമേ ഡിസ്പ്ലേ ചെയ്ത് വരികയുള്ളൂ. അതാണ് ഡബിൾ കോട്ട്സ് ഇല്ലാതെയും
ഡബിൾ കോട്ട്സ് ഇട്ടും കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സി ഔട്ട് എന്തിനു വേണ്ടിയാണെന്ന് ഉപയോഗിക്കുന്നത്? ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്താൽ അത് അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്ത് വരും. നമ്മൾ അറിയാണ്ടൊക്കെ ചിലപ്പോൾ സി എന്നും കൂടി ആ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്താൽ വാല്യൂ കാണാൻ സാധിക്കില്ല. എന്തായാലും വരുള്ളൂ, സം ഓഫ് സി എന്ന് പറഞ്ഞ് മാത്രമേ ഡിസ്പ്ലേ ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്താൽ അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യുന്നു. ഡബിൾ കോട്ട്സ് ഇല്ലാണ്ട് കൊടുത്താലോ ആ വാല്യൂ മാത്രമായിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. അതിനുശേഷം പ്രോഗ്രാം തീർന്നു, കേളി ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്തു, പ്രോഗ്രാം തീർന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് വരില്ല. പ്രോഗ്രാമിൽ എററൊന്നും ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ എന്താണ്, ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു വിൻഡോ, ബ്ലാക്ക് വിൻഡോ, ടർബോ C++ൻ്റെ കേസിലാണ് പറയുന്നത്, ആ ബ്ലാക്ക് വിൻഡോ ഡിസ്പ്ലേ ചെയ്ത് വരില്ല. ജസ്റ്റ് അവിടെ ഒരു ജസ്റ്റ് അങ്ങനെ ഒരു പ്രിൻ്റ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിട്ട് കാണിച്ചതിന് ശേഷം നേരെ തിരിച്ച് നമ്മുടെ പ്രോഗ്രാമിലേക്ക് തന്നെ തിരികെ പോകും. ഇങ്ങനെ വരുമ്പം അങ്ങനെ ഒരു എറർ മെസ്സേജ് പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ എററൊന്നുമില്ല. അതും കൂടി ഡിസ്പ്ലേ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായും ഗെറ്റ് CH എന്നുള്ള ഒരു ഫംഗ്ഷനും കൂടിയും ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ നമ്മുടെ സി ഔട്ടിന് ശേഷം സി ഔട്ട് സമ്മീസ് സി എന്നുള്ള ആ ഒരു ഡേറ്റയ്ക്ക് ശേഷം ഏറ്റവും ലാസ്റ്റത്തെ ലൈനായിട്ട്, മീൻസ് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ എന്തും കൂടെ കൊടുത്തിരിക്കണം? ഗെറ്റ് CH ഒരു പാരാന്തസിസ് കൊടുത്ത് സെമിക്കോളനും കൂടിയും കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ഔട്ട്പുട്ട് വിൻഡോ ഡിസ്പ്ലേ ചെയ്ത് വരികയുള്ളൂ. ഇനി ഈ ഔട്ട്പുട്ട് വീഡിയോ ഡിസ്പ്ലേ ചെയ്ത് വന്നാലോ, നമുക്ക് ആദ്യമേ തന്നെ ഔട്ട്പുട്ട് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വന്നു. ഫസ്റ്റ് നമ്മൾ റൺ ചെയ്തു, അപ്പം നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇതേ സെയിം പ്രോഗ്രാം തന്നെ നമ്മൾ ഒന്നും കൂടെ റൺ ചെയ്താലോ, തൊട്ട് മുമ്പത്തെ ഔട്ട്പുട്ടും അവിടെ കിടക്കും, ഇപ്പോൾ വരുന്ന ഔട്ട്പുട്ടും അവിടെ കിടക്കും. ഇനി മൂന്നാമത് റൺ ചെയ്താലോ, അതുപോലെ തന്നെ തൊട്ട് മുമ്പത്തെ 2 ഔട്ട്പുട്ടും അവിടെ കാണും, ഒപ്പം തന്നെ ഈ മൂന്നാമത്തെ ഔട്ട്പുട്ടും അവിടെ കിടക്കും. അപ്പോൾ കറൻ്റായിട്ട് ഈ ഒരു വിൻഡോ ഔട്ട്പുട്ടിൻ്റെ വിൻഡോ എപ്പോഴും എന്തായിരിക്കും? ഫുള്ളായി പോകും. അപ്പോൾ കറൻ്റായിട്ട് വരുന്ന ആ ഔട്ട്കം എന്താണെന്ന് കാണാൻ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാണാൻ ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇങ്ങനെ വരുമ്പം ആ ഒരു സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ആ ഒരു സ്ക്രീൻ എന്ത് ചെയ്യണം? നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ക്ലിയർ സ്ക്രീൻ എന്നുള്ളൊരു ഫംഗ്ഷനും കൂടിയും നമ്മുടെ പ്രോഗ്രാമിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ കൊടുക്കാൻ വേണ്ടി CLR SCR എന്ന് പാരാന്തസിസ് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം സെമിക്കോളൻ ഇട്ട് നമ്മുടെ വേരിയബിൾ ഡിക്ലറേഷന് മുമ്പായിട്ട്, അതായത് മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു കമാൻഡും കൂടി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഓരോ പ്രോഗ്രാമും റൺ ചെയ്യുമ്പം അത് ഔട്ട്പുട്ട് മാത്രമായിട്ട് ആ ഒരു വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ക്ലിയർ സ്ക്രീനും കൂടി കൊടുക്കുക. ഈ ക്ലിയർ സ്ക്രീനും ഗെറ്റ് CH നമ്മൾ എൻ്റർ ചെയ്തു, പക്ഷെ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യാൻ സാധിക്കില്ല. കമ്പൈലേഷൻ എറർ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. അങ്ങനെ ഒരു എറർ വരുമ്പോൾ അത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അതിന് ആ ഒരു ക്ലിയർ സ്ക്രീനും ഗെറ്റ് CHും വർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു ഹെഡർ ഫയലും കൂടിയുണ്ട്. അതും കൂടിയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ iostream.h ഇൻക്ലൂഡ് ചെയ്തില്ലേ, അതിന് തൊട്ട് താഴെയായിട്ട് #include conio.h എന്നും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ conio.h എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലിയർ സ്ക്രീൻ ആൻഡ് ഗെറ്റ് CH വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഹെഡർ ഫയലാണ്. അപ്പോൾ ഇങ്ങനെയും കൂടെ കൊടുത്തതിന് ശേഷം മാത്രമേ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എറർ ഒന്നുമില്ലാതെ എറർ ഫ്രീ ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരിക്കും കിട്ടുന്നത്. ഇത് റൺ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഇപ്പോൾ റൺ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ കറൻറ്റ് ഔട്ട്പുട്ട് മാത്രമായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഔട്ട്പുട്ട് എല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും എൻ്റർ കീ അല്ലെങ്കിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേ നേരെ തിരിച്ച് നമ്മുടെ പ്രോഗ്രാമിലേക്ക് തന്നെ, എഡിറ്റിംഗ് വിൻഡോയിലേക്ക് തന്നെ തിരിച്ച് നമ്മുടെ കൺട്രോൾ വന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ സിമ്പിൾ പ്രോഗ്രാമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെയുള്ള ചെറിയ പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു രീതിയിൽ പ്രോഗ്രാമിൻ്റെ ഓർഡറിങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.